ഈ അത്തഹിയാത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹ്ഹുദിനുള്ള ഇരുത്തം എങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത്? രണ്ട് രൂപത്തിലാണ് നബിയുടെ അത്തഹിയാത്തിന്റെ ഇരുത്തുണ്ടായിരുന്നത്. ആദ്യത്തെ തഹിയാത്തിന്റെ രൂപവും അവസാനത്തെ തഹിയാത്ത് വരുന്ന നിസ്കാരങ്ങളിൽ രണ്ട് അത്തഹിയാത്ത് വരുമ്പോൾ ആദ്യത്തേതിനൊരു രൂപവും രണ്ടാമത്തേതിന് വേറൊരു രൂപമായിരുന്നു ഇരുത്തത്തിൽ. അതിപ്പോ നമുക്കൊക്കെ പരിചയമുള്ളത് തന്നെ. എങ്ങനെ? ഫൈദാ ജലസത്തിൽ റക്കായത്തൈനി, ആദ്യ റക്കായത്ത് രണ്ടാമത്തെ റക്കായത്തിൽ ഇരിക്കുകയാണെങ്കിൽ ജലസാല റിജ്ലിഹിൽ യുസ്റാ വനസബൽ യുംനാ, ഇടത്തെ കാലും വരിക്കും, വലത്തേത് നാട്ടിവെക്കും. വൈദാ ജലസത്തിൽ റക്കായത്തിൽ ആഖിറ, അവസാനത്തെ റക്കായത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഖദ്ദമ റിജ്ലഹുൽ യുസ്റാ വനസബൽ ഉഖ്റാ വഖഅദ അലാ ബഖഅദതിഹി, ഖദ്ദമ റിജ്ലഹുൽ യുസ്റാ, ഇടത്തെ കാലിങ്ങോട്ട് തള്ളിവെക്കും. ഉണ്ടോ? ഇടത്തെ കാല് അങ്ങോട്ട് തള്ളിവെച്ച് വനസബൽ ഉഖ്റാ വഖഅദ അലാ ബഖഅദതിഹി, വലത്തേത് ഇങ്ങനെ നാട്ടിവെച്ച്. ഇരുത്തം എവിടെയായിരിക്കും? കാലുമ്മലല്ല, ഭൂമിയിലാണ് ഇരുത്തം വരിക, നിലത്താണ് ഇരുത്തം വരിക. അപ്പൊ ഇടത്തെ ചന്തി ഭൂമിയിൽ കീഴ് വരും. അതിനാണ് പേര് തവർറുക്ക് എന്ന് പറയുന്നത്. ആദ്യത്തതിന് പേര് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്നാണ് കിതാബിൽ പറയുന്നത്. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തയ്യാത്തിന്റെ ഇരുത്തത്തിന് പറയുന്ന പേരാണ്. മറ്റേ ഇരുത്തത്തിന്റെ പേര് തവർറുക്കിന്റെ ഇരുത്തം, വരിക്ക് എന്ന് പറഞ്ഞാൽ ചന്തി എന്നാണ്. അപ്പൊ വരിക്ക് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് മുട്ടിച്ചു വെച്ചിട്ടുള്ള ഇരുത്താണ് അവസാനത്തെ തയ്യാത്തിന്റെ ഇരുത്തം. വിശദീകരിച്ച് ഇവിടെ ചിത്രമൊന്നും നമുക്ക് കാണിച്ചു തരാനും പറ്റില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ തയ്യാത്തിനുള്ള ഇരിക്കുന്ന രൂപം ഇഫ്തിറാഷും അവസാനത്തെ തയ്യാത്തിൽ ഇരിക്കുന്ന രൂപം തവർറുക്കിന്റെ ഇരുത്തം. പക്ഷെ ചില ആൾക്കാരൊക്കെ ഏത് ഇരുത്തത്തിലും ആദ്യത്തെ ഇരുത്താണ് ഇരിക്കാറുള്ളത്. അവസാനത്തെ തയ്യാത്താണെങ്കിലും നമ്മൾ ആദ്യത്തെ തയ്യാത്തിന് ഇരിക്കുന്ന മോഡൽ തന്നെ ഇരിക്കും. പക്ഷേ നബിചര്യയോട് യോജിച്ചത് ഏതാണ്? ആദ്യത്തെ തയ്യാത്തിന്റെ രൂപവും അവസാനത്തെ തയ്യാത്തിന്റെ വേറെ രൂപവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ ഇരുത്തം അങ്ങനെ. ഇനി ആദ്യത്തെ തയ്യാത്ത് ഒരാൾ മറന്നാലോ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തെ അത് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ ബിഹി സുഹറ വഖാമത്ത് റകഅത്തൈനി ലൂലയൈനി ലം യജ്ലിസ്, നബി ഒരിക്കൽ സഹാബത്തിനെയും കൊണ്ട് ളുഹർ നിസ്കരിക്കുകയാണ്. രണ്ടാമത്തെ റക്അത്തിൽ നബി ലം യജ്ലിസ്, ഇരുന്നില്ല. മൂന്നാമത്തെ റക്അത്തിൽ എഴുന്നേൽക്കുന്നതാണ്. ആദ്യത്തെ തഹിയാത്തിന് ഇരുന്നില്ല. ഫഖാമന്നാസു മഅഹു, ജനങ്ങളും നബിയോടൊപ്പം സഹാബത്തും എഴുന്നേറ്റു. ഹത്താ ഇദാ ഖലസ്സലാ, നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ വൻസവറന്നാസു, ജനങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തസ്ലീമഹു, നബി ഇപ്പൊ സലാം വീട്ടുന്നിട്ട് വേണം പോയി പറയാനെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കാത്തിരുന്നു. ഇപ്പൊ സലാം വീട്ടു, അപ്പൊ എനിക്ക് പോയിട്ട് പറയണം, നബി ആദ്യത്തെ മറന്നിട്ടുണ്ട് എന്ന് പോയിട്ട് പറയണം വിചാരിച്ച് എല്ലാവരും ഇങ്ങനെ സലാം വീട്ടുന്നതും കാത്തിരിക്കുക. അന്നേരമതാ കബ്ബറ റസൂലുള്ള തക്ബീർ ചൊല്ലുന്നു വീണ്ടും. വഹുവ ജാലിസുൻ, നബി ഇരുന്നു കൊണ്ട് തന്നെ തക്ബീർ ചൊല്ലി. ഫസജദ സജദതൈനി, രണ്ട് സുജൂദ് നിർവഹിക്കുന്നു. ഖബ്ല അൻ യുസല്ലിമ, സലാം വീട്ടുന്നതിന്റെ മുമ്പേ. തഹിയ്യാത്ത് മുഴുവൻ ചൊല്ലിക്കഴിഞ്ഞ ശേഷം സലാം വീട്ടാറ് നേരെ രണ്ട് സുജൂദ് ചെയ്തിട്ട് സുമ്മ സല്ലമ, പിന്നെയാണ് സലാം വീട്ടുക. റവാഹുൽ ബുഖാരി. അതാണ് നമ്മളൊക്കെ ചെയ്യാറുള്ളത്. ഇമാം മറന്നാലും രണ്ടാമത്തെ റക്അത്തിൽ മറന്ന് മൂന്നിൽ കണ്ടെത്തി തിരിച്ചു വരുമൊന്നും വേണ്ട. അവസാനം ചെയ്യുക തഹിയ്യാത്ത് തോന്നിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് സെഹ്വിന്റെ സുജൂദ് ചെയ്യുക. സെഹ്വിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ വിശദീകരണം കുറെ പറയേണ്ട കാര്യമാണ്. അത് നമുക്ക് വേറെ ഒരിക്കലും വിശദീകരിക്കും. സെഹ്വിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്, ശുക്റിന്റെ സുജൂദ്, അങ്ങനെ ഒരുപാട് സുജൂദുകളുണ്ട് ഇസ്ലാമിൽ. അതൊക്കെ പിന്നീട് വിശദീകരിക്കും. അപ്പൊ ഏതായാലും ഇങ്ങനെ ഈ തശഹ്ഹുദ് ആദ്യത്തെ തഹിയ്യാത്ത് മറന്നു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുന്നില്ല. രണ്ട് സെഹ്വിന്റെ സുജൂദ് നിർവഹിച്ചാൽ അത് പരിഹരിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരികയുണ്ടായി. അപ്പൊ അത്തഹിയ്യാത്തിന്റെ ഇരുത്താണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി കൈയൊക്കെ എവിടെ വെക്കണം? അപ്പൊ കാല് വെക്കണത് പറഞ്ഞു. ഇനി കൈയൊക്കെ എവിടെ വെക്കണം? عن وائل بن حجر أنه قال في صفة صلاة رسول الله صلى الله عليه وسلم ثم قعد فافترش رجله اليسرى ووضع كفه اليسرى على فخذه وركبته اليسرى وجعل حد مرفقه الأيمن على فخذه اليمنى ثم قبض ثنتين من أصابعه وحلق حلقة ثم رفع إصبعه فرأيته يحركها يدعو بها. അഹ്മദ്, അബൂദാവൂദ്, നസാഇ എന്നീ മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ചതാണ് ഈ ഹദീസ്. വേറെ റിപ്പോർട്ടിൽ കാണാം വയർമീ ബിബസരിഹി ഇലൈഹാ. എന്താ ഇതിലൊക്കെ പറഞ്ഞത്? നബിയുടെ നിസ്കാരത്തിന്റെ രൂപം അങ്ങനെ സ്വഹാബി വിശദീകരിക്കാൻ. അങ്ങനെ നബി ഇരുന്നു. എങ്ങനെയിരുന്നു? ഇടത്തെ കാലിങ്ങനെ പരത്തി വെച്ച് അതിന്മേലിരുന്ന് വലത്തെ കാലിങ്ങനെ കുത്തിവെച്ചു. ഇരുത്തത്തിന്റെ രൂപം. ഇടത്തെ കൈ ഇടത്തെ തുടമേലും കാൽമുട്ടുകളിന്മേലും കൂടി ആയിട്ട് വെച്ചു. ഇപ്പൊ ഇത് കാൽമുട്ടാണെങ്കിൽ കുറെ അപ്പുറത്ത് കാലിന്റെ തുടമ കൊടുത്തു വെക്കല്ല, കാലിന്റെ മുട്ടുമുൽക്ക് ഇച്ചിരി ഇറക്കിയിട്ട് ഇങ്ങനെ വിരലുകൾ വെച്ചു. ഇതാണ് ഇടത്തെ കാലുമ്മൽ ഇടത്തെ കൈ വെച്ചു എന്ന് പറഞ്ഞത്.
വജഅല ഹദ്ദ മിർഫത്തിഹിൽ അയ്മനി അലാ ഫഖദിഹിൽ യുംന, വലത്തെ തുടമേലായിരുന്നു നബിയുടെ വലത്തെ കൈമുട്ടിന്റെ അറ്റം. അപ്പോ വലത്തെ കൈ വെക്കേണ്ടത് വലത്തെ തുടമേല്. എങ്ങനെ? ഇതിപ്പോ ഇത് കാലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കലല്ല, ഇങ്ങനെ വെക്കണം. അപ്പൊ കൈയിന്റെ മുട്ട് തുടമ്മൽ തന്നെയായിരുന്നു, അകറ്റി പിടിക്കണ്ട, ചേർത്ത് വെച്ചു എന്നത്. സുമ്മ ഖബല തിൻസൈനി മിൻ അസാബിഹി, പിന്നെ 2 വിരലുകൾ മടക്കി പിടിച്ചു. ഈ ചെറിയ വിരലും ഈ നടുവിരലും ഇതിങ്ങനെ മടക്കി പിടിച്ചു. മടക്കി പിടിച്ചിട്ട് വഹല്ലഖ ഹൽഖതൻ, ഒരു റൗണ്ട് ഉണ്ടാക്കി. കണ്ടോ? 3ാമത്തെ നടുവിരലും തള്ളവിരലും കൊണ്ട് ഒരു റൗണ്ട്. സുമ്മ റഫഅ ഇസ്ബാഹു സബ്ബാബ, ചൂണ്ടുവിരലാണ് നീട്ടുകയും ചെയ്തു. ഇപ്പൊ കണ്ടോ? ഇതാണ് നമ്മുടെ ഇസ്തിന്റെ രൂപം. 2 വിരൽ മടക്കി, ഇത് രണ്ടും കൊണ്ട് റൗണ്ട് ഉണ്ടാക്കി, ഒരു ചങ്ങല, ഒരു കണ്ണി ഉണ്ടാക്കി, ഇതിങ്ങോട്ട് നീട്ടിപ്പിടിച്ചു. ഇതാണ് ഇസ്തിന്റെ രൂപം.